റോഹിത് ചേട്ടാ, അരയാലിൽ നമ്മൾ ഇപ്പം എത്ര 15,000 തൊട്ടാണ് അല്ലേ റൂമിൻ്റെ റിസോർട്ടിലെ 1 ഡേ സ്റ്റേക്ക് 15,000 തൊട്ടാണ് റോഹിത് ചേട്ടൻ്റെ അരയാൽ റിസോർട്ടിലെ ഒരു ദിവസത്തെ റെൻറ്റ്. റോഹിത് ചേട്ടന് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. റോഹിത് ചേട്ടന് വേറെ വരുമാന മാർഗം ഇല്ല. എന്ത് ചെയ്തേനെ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും സ്റ്റാഫും ഒക്കെ പറയുകയാണ്, അയ്യോ ഇത്രയും വിലയ്ക്കൊക്കെ ആരെങ്കിലും എടുക്കുമോ? ഈ 15,000 രൂപ പെർ നൈറ്റ് വാല്യൂ ഉള്ള സാധനം റോഹിത് ചേട്ടൻ ആവശ്യക്കാരനാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കും? അവൻ പറയുന്ന 2,000-നോ 3,000-നോ ഇനി 1,000-ന് വേണമെങ്കിലും കൊടുക്കും, വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം 15,000-ൽ തുടങ്ങി 50,000 വരെ റൂം റെൻറ്റ് മേടിക്കുന്ന എന്തുകൊണ്ടാണ്? നിനക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ മതി. അജിനെ, എൻ്റെ പ്രൈസ് ഇതാണ്, എൻ്റെ ബിസിനസ് മോഡൽ ഇതാണ്, നിനക്ക് പറ്റുമെങ്കിൽ മേടിച്ചാൽ മതി. അത് പറയാൻ റീസൺ എന്താ? അങ്ങേർക്ക് അഡ്വക്കേറ്റാണ്, ഇഷ്ടംപോലെ കേസ് നടത്തി പൈസ കിട്ടുന്നുണ്ട്. ഇതുപോലെ കുറേ റിസോർട്ടുകൾ വേറെയുണ്ട്, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വരുമാനം ഉള്ളതുകൊണ്ട് ആ ബിസിനസ്സിൽ നിന്ന് ഒന്നും എടുത്ത് ജീവിക്കേണ്ട ആവശ്യം ആർക്കില്ല? റോഹിത് ചേട്ടനും റോഹിത് ചേട്ടൻ്റെ പാർട്ട്ണർക്കും ഇല്ല. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? പറ്റുന്നവർ നിന്നാൽ മതി, ഇനി അടച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ജോർജ് ചേട്ടാ, അടച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? ഫ്രം ദാറ്റ് ബാക്കപ്പ് ഫണ്ട്. അപ്പോൾ ഇവരോടെല്ലാം പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്താ? സെയിൽ കൂട്ടിയാൽ മതി അല്ലേ? സെയിൽ കൂടിയാൽ ലാഭം കൂടുമെന്നാണ് നമ്മുടെ വിചാരം. ആണോ അശ്വിനെ? എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നവരും പറയുന്നത് ടേൺ ഓവർ പറഞ്ഞു തുടങ്ങും. പൃഥ്വിരാജെ, കഴിഞ്ഞ കൊല്ലം ഇത്ര ടേൺ ഓവറായിരുന്നു, ഈ കൊല്ലം ഇത്ര ടേൺ ഓവറായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു, ഈ വർഷം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടേൺ ഓവർ ഇത്. ഞാൻ പറഞ്ഞ് മടക്കി 4 കൈ വെച്ചേരെ. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എബൌട്ട് യുവർ ടേൺ ഓവർ. കാരണം എന്താ? ഇറ്റ്സ് സിംപ്ലി വോളിയം. വോളിയം വോളിയം ഓഫ് ബിസിനസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പ്രോഫിറ്റ് ഇൻ യുവർ അക്കൗണ്ട്. നിജോ 10 മില്യൺ ദിർഹംസിൻ്റെ ടേൺ ഓവറുള്ള കമ്പനിയാണ്. ഹൂ കേസ്? ഹരി, ഹൂ കേസ്? വാട്ട് വി നീഡ് ഈസ് പ്രോഫിറ്റ്. അപ്പോൾ ഡെസ്പറേറ്റ് ആയിട്ട് പ്രൈസ് കുറച്ചവരല്ല റെഡി ആയിക്കോ പ്രൈസ് കൂട്ടാൻ. വെറുതെ അങ്ങ് കൂട്ടാനെന്നുള്ള ഡയലോഗ് അടിച്ചിട്ട് വിടാൻ പോവല്ല. വ്യക്തമായ സ്ട്രാറ്റജി നമ്മൾ ഇന്ന് പഠിക്കും. ഹൗ ടു റേസ് അവർ പ്രൈസ്. They think if they can just sell more, then surely they will come out on top. സെയിൽ കുറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? കുറച്ച് സെയിൽ വന്നാൽ ഇതിൽ നിന്നെല്ലാം കര കയറാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ സെയിൽ എങ്ങനെ കൂട്ടാം, കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം. അതിനിപ്പുറത്ത് എന്ത് ചെയ്യും? വിലയങ്ങ് കുറയ്ക്കും. റൈറ്റ്? ഇറ്റ്സ് ലോജിക്കൽ. ശരിയാ, ആര് ചിന്തിച്ചാലും ശരിയാ. ഇപ്പം പൈസയില്ല അക്കൗണ്ടിൽ, പൈസയില്ല കമ്പനിയിൽ, ഇപ്പം സെയിൽ കൂടിയാൽ തീർച്ചയായിട്ടും പൈസ വരും അല്ലേ? ലോജിക്കലാ. എഫക്റ്റീവാണോ? സെയിൽ കൂട്ടാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? സെയിൽ മാത്രം വന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വില കുറച്ചിട്ട് സെയിൽ കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ബാബുച്ചേട്ടാ, യെസ്, വില കുറച്ചിട്ട് സെയിൽ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്താണ് ഗ്രോസ് മാർജിൻ? ഗ്രോസ് മാർജിൻ എന്താ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? അശ്വിനെ ഇങ്ങനല്ലേ കണക്ക് കൂട്ടുന്നേ? ഗ്രോസ് മാർജിൻ എങ്ങനെയാ? 100 രൂപയുടെ ഒരു സാധനം 90 രൂപയ്ക്ക് വിറ്റപ്പോൾ 10 രൂപ മാർജിൻ കിട്ടി. ഇതല്ലേ ഗ്രോസ് മാർജിൻ? റൈറ്റ്? സെയിൽസ് 100 രൂപയ്ക്ക് വിറ്റു, എത്രണ്ണ കിട്ടിയേ? 90. അപ്പം നമ്മുടെ ഗ്രോസ് മാർജിൻ എത്രയാ?
10 രൂപ. നമ്മുടെ വിശ്വാസം എന്താ? 10 രൂപ നമുക്ക് ലാഭമുണ്ട് അല്ലേ? ഇപ്പം ഇങ്ങനെയാണ് ബിസിനസ് തുടങ്ങിയത്. ഹനീഫിക്ക, നമ്മുടെ ബിസിനസ് തുടങ്ങിയത് എങ്ങനെയാണ്? 100 രൂപയ്ക്ക് കിട്ടും, 90 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ 10 രൂപ മാർജിൻ കിട്ടും. ഇത് ഡേ വൺ ഇൻ അവർ ബിസിനസ്. നമ്മളുടെ മൈൻഡിലേക്ക് നമ്മൾ കുറച്ച് ഈ ഹണിമൂൺ പീരീഡിൽ കുറേ സ്വപ്നങ്ങൾ കാണുമല്ലോ, അന്ന് നമ്മൾ തലയ്ക്കകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്, ഈ ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടും. അന്ന് സെറ്റ് ചെയ്ത് കയറ്റും തലയ്ക്കകത്തോട്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രീലേ, വാട്ട്സ് ദ പ്രോബ്ലം ഇഫ് യു ചാർജ് ലെസ് ഓർ യുവർ പ്രൈസ് ഈസ് ടു ലോ? 100 രൂപയ്ക്ക് വിറ്റത് 90 രൂപയ്ക്ക് കിട്ടിയ സാധനമാണ്. നമ്മൾ വില കുറച്ചു, 96 വിറ്റു. എന്ത് സംഭവിച്ചു? മറ്റേ ചിലവ് അതുപോലെ അവിടെ നിൽക്കുക. ഏത് 90? ആരുടെ പൈസയാണ് പോയെ? എവിടുന്നാ പോയെ? സോ വെൻ യു ലോവർ യുവർ പ്രൈസ്, ഇത് എവിടുന്നാ പോകുന്നത്? എത്ര വോളിയം കൂടുതൽ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. യുവർ ബിസിനസ് വിൽ നോട്ട് ഗ്രോ. യു കോണ്ട് ബ്രിങ് എനി സിസ്റ്റം, യു കോണ്ട് ഹയർ ഗ്രേറ്റ്. നിങ്ങൾക്ക് ബിസിനസ് വളർത്താൻ പറ്റില്ല, നല്ല സ്റ്റാഫിനെ വെക്കാൻ പറ്റത്തില്ല, ഒരു പുതിയ സോഫ്റ്റ്വെയർ വന്നു അത് മേടിക്കാൻ പൈസയില്ല, ഒരു ഓഫീസ് നല്ലത് സെറ്റ് ചെയ്യാൻ പൈസയില്ല, നമ്മുടെ കയ്യിൽ പൈസയേ ഇല്ല. പക്ഷേ എന്തുണ്ട്? സെയിൽസ് വോളിയം ഉണ്ട്, ടേൺ ഓവർ നടക്കുന്നുണ്ട്, കച്ചവടം നടത്തി കുറച്ച് പേർക്ക് ശമ്പളവും കൊടുക്കുന്നുണ്ട്, ഇവയൊക്കെ ഗവൺമെൻറ്റിന് ടാക്സും അടയ്ക്കുന്നുണ്ട്. ദർ ഈസ് നോ മാർജിൻ ഫോർ എറർ. ബിസിനസ് ഈസ് എ ഗെയിം ഓഫ് എറർ അല്ലേ? മിസ്ബൈക്ക ചെയ്തതെല്ലാം ശരിയായിരുന്നോ? എത്ര തെറ്റുകൾ ചെയ്ത് ഇപ്പോഴും എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? എത്ര നഷ്ടം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഈ എറർ കമ്പനി, നമ്മൾ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ ബാധ്യത ഈ കമ്പനിക്ക് താങ്ങാൻ പറ്റണമെങ്കിൽ വി ഷുഡ് ഹാവ് ഇനഫ് പ്രോഫിറ്റ്. When your price is low, you don't have a room for error. പിന്നെ ഹൈ റിസ്കിലാണ് നൂൽപ്പാലത്തെ കൂടെ നടക്കുന്നത്. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ വീണാൽ മതി, ഇതാ കിടക്കുന്നത് തവിട് പൊടി. നൂൽപ്പാലമാണ്. പ്രൈസ് കുറഞ്ഞുള്ള പ്രശ്നം എന്താ? പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്യാതെ ബിസിനസ്സുകാരന് വളരാനും പറ്റത്തില്ല. നമ്മളങ്ങനെ വളർന്നേ, നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചാൽ നമ്മൾ വളർന്നേ അല്ലേ അരുണേ? ഇപ്പം എന്താ സംഭവിച്ചത്? നമുക്ക് തെറ്റ് ചെയ്യാൻ ഗ്യാപ്പില്ല. യു നീഡ് ഗ്രോസ് മാർജിൻ. അതുകൊണ്ട് എന്ത് വേണം? മാർജിൻ വേണം. അതിനെന്ത് വേണം? യു ഷുഡ് റേസ് യുവർ പ്രൈസ്. പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അശ്വിനെ, 100 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ച് നമ്മൾ വിറ്റു. ഓക്കെ, 100 രൂപ നമുക്ക് ലാഭം കിട്ടി എന്നിരിക്കട്ടെ. 100 രൂപയായിരുന്നു ലാഭം കിട്ടി. 70 രൂപയാണ് നമ്മളുടെ ഓവർ ഹെഡ്സ്. നമുക്കിതിന് വേണ്ടി വരുന്ന ചിലവ് എത്ര വന്നു? ഓഫീസിൻ്റെ ചിലവും റെൻറ്റും മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എത്ര രൂപ ചിലവ് വന്നു? 70 രൂപ. നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി? 30 രൂപ. വെൻ യു കട്ട് യുവർ പ്രൈസ്, നിങ്ങളുടെ വില കുറയ്ക്കുമ്പോൾ 100 രൂപ ഗ്രോസ് മാർജിൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എത്ര രൂപയായിട്ട് കുറഞ്ഞു? 80 രൂപയായിട്ട് കുറഞ്ഞു. പക്ഷെ ചെലവ് കുറഞ്ഞോ? ഒരു കാര്യം അറിയോ നിങ്ങൾക്ക്? വോളിയം കൂട്ടുമ്പോൾ, സെയിൽസ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് ചെലവും കൂടും. ആണോ? സെയിൽസ് വോളിയം കൂടുമ്പോൾ ചെലവും കൂടും. പലപ്പോഴും ബിസിനസ്സുകാർ ഇത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ആ ഒന്നാമത്തെ ദിവസം തലയിൽ കുറിച്ചിട്ട് ഒരു കണക്കുണ്ടല്ലോ, ഏത്? ഇതിന് ഇത്ര രൂപയാകും എന്ന ആ കണക്ക്. അത് വെച്ചായിരിക്കും ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മളെന്താ നോക്കുന്നത്?
ആദ്യത്തെ ബിസിനസ് തുടങ്ങിയ സമയത്ത് 100 സെയിൽ ചെയ്തപ്പോൾ എനിക്ക് 10,000 രൂപ കിട്ടിയായിരുന്നു. 6 മാസത്തിന് ശേഷവും നമ്മൾ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? അന്ന് 100 സെയിൽ ചെയ്തപ്പോൾ 10,000, ഇപ്പം നമ്മളിപ്പോൾ 500 സെയിലായി 50,000 കിട്ടുന്നുണ്ട്. ഈ എക്സ്പെക്റ്റേഷനിലാണ് ചിലവ് കൂട്ടുന്നത്. അപ്പോൾ 50 കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത്തിരി വില കുറച്ചാലും കുഴപ്പമില്ല. പക്ഷേ 100 പ്രൊഡക്റ്റ് വിറ്റപ്പോഴത്തെ ചിലവല്ല 500 പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ചിലവ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോസ് മാർജിൻ ഇല്ലാതെ, ഗ്രോസ് മാർജിൻ നല്ല രീതിയിൽ ഇല്ലാതെ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും എന്നും സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ഇനി വില കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരണം, ഇതെൻ്റെ കുളം തോണ്ടുന്ന പരിപാടിയാണ് എന്ന്. യെസ് രജനീഷേ, സെയിൽ കൂടുമ്പോൾ എന്താ, അല്ലെങ്കിൽ വോളിയം കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാധിക്കേ? 3 times യുവർ സെയിൽസ്, 3 times യുവർ എഫേർട്ട്, 3 times യുവർ വർക്ക്, 3 times ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാം 3 ഇരട്ടി ചെയ്യണം. സെയിൽ കൂട്ടണമെങ്കിൽ 100 പീസ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നു, നമുക്ക് 150 ഉയർത്തണം. ഈ 100 എണ്ണം സെല്ല് ചെയ്യാൻ വേണ്ടി ചിലവാക്കിയ പൈസ പോരാ, 50 എണ്ണം കൂടുതൽ ചെയ്യാൻ. 3 ഇരട്ടി ചെയ്യണം, 3 ഇരട്ടി എഫേർട്ട് എടുക്കണം, 3 ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്യണം, 3 ഇരട്ടി മാർക്കറ്റ് ചെയ്യണം, 3 ഇരട്ടി ഓവർ ഹെഡ്സ് വരും. പക്ഷേ സെയിൽ കൂടിയത് എത്രയാ? വെറും 50%. സെമീറേ, കിട്ടുന്നുണ്ടോ? മെജോ, ക്ലിയർ ആണോ? ദിസ് സ്ട്രാറ്റജി വിൽ ടേക്ക് അവേ മോർ ക്യാഷ് ഫ്രം യു. വില കുറച്ച് സെയിൽസ് വോളിയം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് കാശിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നന്നായി നടന്നുകൊണ്ടിരുന്ന ബിസിനസ് ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ബിസിനസ് നന്നായി നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്, അല്ലേ അല്ലേ ഇല്ലേ? എന്നു തൊട്ടേ ഇത് ഡൗൺ ആകാൻ തുടങ്ങിയേ? ദീപക്കെ, നിങ്ങൾ വില കുറച്ച അന്നു മുതൽ തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം. പ്രശ്നം അതാണോ സമീറേ? വില എന്ന് കുറച്ചോ അന്നു തൊട്ടാണ് നമുക്ക് പ്രശ്നം, റൈറ്റ്? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ഓഡിയോ സിസ്റ്റം MG റോഡിൽ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഈ ടാർപോളിനൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവന് നിങ്ങളെക്കാൾ ലാഭമുണ്ട്, അറിയോ പ്രിൻസേ? ബംഗാളി, നിങ്ങൾ ഭയങ്കര ഓഫീസൊക്കെ ഇട്ട് ഡിയറസ്റ്റ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രൊഫഷണൽ ഡിസൈനറെയൊക്കെ വെച്ചിരിക്കുന്നു, നിങ്ങൾ കാറ്ററിംഗ് ഒക്കെ വരച്ചു കൊടുക്കുന്നു, നിങ്ങൾ കാറിലൊക്കെ സൈക്കിളെ ചെന്നിറങ്ങുന്ന ബംഗാളി നിങ്ങളെക്കാൾ കൂടുതൽ അതേ വർക്ക് ചെയ്തിട്ട് ലാഭം എടുക്കുന്നുണ്ട്. രജനീഷ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്പർ, അവൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? രജനീഷിൻ്റെ അക്കൗണ്ടിൽ എന്തോ ബാലൻസ് ഉണ്ട്, നോക്കിയാൽ മതി. വെൻ ദ റവന്യൂ ഈസ് ഗ്രോയിങ്, ഓവർ ഹെഡ്സ് ആർ ഓൾസോ ഗ്രോയിങ്. അവിടെ നമുക്കിപ്പം ഭയങ്കരമായിട്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുത്താൽ അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും ആൾ നമ്മുടെ അരയാലിൽ വരും. പക്ഷെ അതനുസരിച്ച് നമുക്ക് എന്ത് വേണം? സ്റ്റാഫ് വേണം, ഫെസിലിറ്റീസ് കൂട്ടും. നമ്മൾ റേറ്റ് കുറയ്ക്കുകയും ചെയ്ത് ഓവർ ഹെഡ്സ് കൂട്ടുകയും ചെയ്തു. വിപിനെ, 15,000 റൂം റെൻ്റ് എന്നുള്ളത് ഞാൻ 5,000 ആക്കി കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? റൂം മൊത്തം പോയി, സെൽ ഓഫായി. ഇപ്പം എന്ത് സംഭവിച്ചു സെബാസ്റ്റ്യൻ സാറേ? പണ്ട് എനിക്കിവിടെ 2 കുക്ക് മതിയായിരുന്നു, ഇപ്പം എനിക്ക് എത്ര കുക്ക് വേണം? ഈ പണ്ട് ഇവിടെ 2 പേര് മതി, അല്ല 4 പേര് മതി ക്ലീൻ ചെയ്യാൻ, ഇപ്പം എനിക്ക് എത്ര പേര് വേണം? When revenue is growing, overheads are also growing.
അജിൻ ചിന്തിക്കാൻ പറ്റുമോ? 150 രൂപയ്ക്കൊരു ഇല ഫുഡ് കൊടുക്കുന്ന കാറ്ററിങ് ഒരു കല്യാണത്തിന് എവിടെ പോയി ചിലവ്? 1200 കൊടുക്കുമ്പോൾ കിട്ടുന്ന മാർജിൻ എന്താണെന്ന് അജിനെ അറിയത്തുള്ളൂ. കേൾക്കുന്നവർക്ക് അത് ഭയങ്കര പ്രൈസാണ്. അതിൽ നിന്ന് എന്ത് കിട്ടുന്നെന്ന് അജിനെ അറിയത്തുള്ളൂ. അപ്പോൾ ഈ 150 രൂപയ്ക്ക് കൊടുക്കുന്നവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച്, അവൻ പട്ടിണിയാകാതിരിക്കുന്നതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഏത് ട്രെയിനറുടെ അടുത്ത് പോയാലും അവൻ രക്ഷപ്പെടുവോ? ഒരു ട്രെയിനർക്കും ഒരു ദൈവത്തിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇഫ് യുവർ പ്രൈസ് ഈസ് ടു ലോ. വെലോസിറ്റി കൂട്ടുമ്പോൾ പ്രൈസ് കുറച്ചിട്ട് വെലോസിറ്റി കൂട്ടരുത്. പ്രൈസ് കുറച്ചിട്ട് വെലോസിറ്റി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. As the revenue goes up, many just look at the numbers, not the gross margin. സെയിൽ കൂടുമ്പോൾ ഫോൺ അടിച്ചാൽ 2000, അപ്പോൾ ഫോൺ എടുക്കണമെന്ന് പറയുന്നതിന് എത്ര രൂപ കൊടുക്കണം? ഇപ്പോൾ എടുത്തിട്ട് ഓഡിയോ ഇത് ലാസ്റ്റാണ്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ ഞാൻ ഇറക്കി വിടത്തില്ല. ആസ് ദ റവന്യൂ ഗോസ് അപ്പ്, നമ്മൾ ആ നമ്പേഴ്സിൽ കുരുങ്ങിപ്പോകും അല്ലേ? നമ്മൾ നമ്മുടെ എഡ്യൂഫെയറിൽ നമ്മൾ എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ മാസം നമുക്ക് 100 സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കണം, ഈ മാസം 500 എടുക്കണം. അതല്ല നോക്കണ്ടേ. ഒരു സെയിൽ നടക്കുമ്പോൾ, ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ, ഒരു വണ്ടി വിൽക്കുമ്പോൾ എനിക്കെന്ത് കിട്ടുന്നു? വർക്കി സാറേ, ക്ലിയർ ആണോ? ഗ്രോസ് മാർജിൻ, ഈ പ്രോഫിറ്റ് മാർജിൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക. എത്ര പേരുണ്ട് ഇതിൽ ഒരു ഊഹത്തിൽ പ്രോഫിറ്റ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നവർ? അത് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടുന്നുണ്ടായിരിക്കും. കൈവക്കണ്ട, വേണ്ട, പലരുടെയും മുഖത്തുണ്ട് വേണ്ട സാറേ. യു ആർ ജസ്റ്റ് ആൻറ്റിസിപ്പേറ്റിംഗ്. ശരിയാണോ സിറിലെ? ആണോ അരുണേ? ഇന്നലെ പറഞ്ഞില്ലേ ഒരു 36 ലക്ഷം രൂപയുടെ പുതിയ പ്രൊജക്റ്റ് എടുത്തത്. അരുൺ അങ്ങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ് അതിൽ നിന്ന് 10 ലക്ഷം അല്ലെങ്കിൽ 10% ലാഭം ഉണ്ട് എന്ന് അരുണിനെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുക. കുഴപ്പമില്ല മോനെ, 10% ഉണ്ടറ. അതിൻ്റെ യഥാർത്ഥ കണക്കെഴുതാൻ അരുണിൻ്റെ കൈ വിറയ്ക്കും. അത് ലാഭം സാധിക്കേ, ഇത്ര കോടി അവിടുന്ന് കിണ്ടിയും വിളക്കും ഒക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര ഉണ്ട്. ഇതെന്ത് കണക്കാണെന്നറിയോ? നമ്മുടെ ഓട്ടോ സിനിമയ്ക്കകത്ത് ഇല്ല, പേഴ്സ് കളഞ്ഞു കിട്ടുമ്പോൾ പപ്പുച്ചേട്ടൻ ആ കൂടുള്ളവർക്ക് കുതിരപ്പപ്പു കുറച്ച് പൈസ എടുത്തിട്ട് അങ്ങനെ എണ്ണി നോക്കിയിട്ട്, അല്ല വേണ്ട, എണ്ണൊന്നും വേണ്ട, ഇത് 2000 ഉണ്ട് ഇരിക്കട്ടെ. ഈ കണക്കാണ് ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം ബിസിനസ് ഒന്ന് നിർത്തണം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം.